സവർക്കർ പുരസ്കാരം ശശി തരൂരിന് സ്വീകരിച്ചിട്ടില്ലെന്ന് തരൂർ. നീരസത്തിൽ കോൺഗ്രസ്. പ്രതികരിക്കാതെ വി.ഡി. സതീശൻ. ഹിന്ദുരാഷ്ട്രത്തിനു വേണ്ടി നിലകൊണ്ട സവർക്കറുടെ പേരിൽ സാമൂഹിക രാഷ്ട്രീയ രംഗത്ത് ശ്രദ്ധേയമായ സംഭാവനകൾ നൽകിയ വ്യക്തിക്ക് HRDS ഏർപ്പെടുത്തിയ പ്രഥമ പുരസ്കാരത്തിനാണ് ശശി തരൂരിനെ തെരഞ്ഞെടുത്തിരിക്കുന്നത്. സാമൂഹിക രാഷ്ട്രീയ രംഗത്ത് ശ്രദ്ധേയമായ സംഭാവനകൾ നൽകിയ ഇന്ത്യക്കാരൻ കോൺഗ്രസുകാരനായത് കോൺഗ്രസിന് അഭിമാനിക്കാവുന്ന നേട്ടമാണെങ്കിലും അത് നൽകിയത് സവർക്കറുടെ പേരിലായതുകൊണ്ടും ലഭിച്ചത് ശശി തരൂരിനായതുകൊണ്ടും പാർട്ടി നേതൃത്വത്തിന് അതത്ര തൃപ്തിയായിട്ടില്ല. കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗമായ തരൂർ സമീപകാലത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും കേന്ദ്ര സർക്കാരിനെയും പ്രശംസിക്കുന്നതിൽ കോൺഗ്രസിൽ ഒരു വിഭാഗത്തിന് കടുത്ത അതൃപ്തി നിലനിൽക്കുമ്പോഴാണ് പുതിയ വിവാദം തലപൊക്കിയിരിക്കുന്നത്. പൊതുസേവനം, സാമൂഹിക രാഷ്ട്രീയ രംഗത്ത് ശ്രദ്ധേയമായ സംഭാവനകൾ നൽകിയ വിവിധ മേഖലകളിലെ പ്രഗത്ഭ വ്യക്തികൾക്കാണ് പുരസ്കാരം നൽകുന്നത്. ദേശീയ ആഗോളതലങ്ങളിലെ ഇടപെടലുകളാണ് പ്രഥമ സവർക്കർ പുരസ്കാരത്തിനായി കോൺഗ്രസ് MP ശശി തരൂരിനെ പുരസ്കാരത്തിന് തെരഞ്ഞെടുക്കാൻ കാരണമെന്നാണ് HRDS അറിയിച്ചിരിക്കുന്നത്. ന്യൂഡൽഹി NDMC കൺവെൻഷൻ സെന്ററിൽ നടക്കുന്ന ചടങ്ങിൽ ശശി തരൂരിന് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് അവാർഡ് സമ്മാനിക്കുമെന്ന് സംഘാടകർ അറിയിച്ചിട്ടുണ്ട്. തരൂരിനെ കൂടാതെ മറ്റ് 5 പേർ കൂടി പുരസ്കാര ജേതാക്കളാണ്. എന്നാൽ ഈ അവാർഡിനെ കുറിച്ച് തനിക്ക് ഒരു വിവരവുമില്ലെന്നും താൻ അവാർഡ് സ്വീകരിച്ചിട്ടില്ല എന്നുമാണ് ശശി തരൂർ പറയുന്നത്. ഈ അവാർഡ് ആരാണ് തന്നിരിക്കുന്നത്, ആർക്കാണ് കൊടുത്തിരിക്കുന്നതെന്ന് എനിക്കൊരു പിടുത്തവുമില്ലെന്നും ഞാൻ ഇങ്ങനൊരു അവാർഡ് സ്വീകരിച്ചിട്ടേ ഇല്ല എന്നുമാണ് അദ്ദേഹം പറയുന്നത്. മാധ്യമങ്ങൾ പറഞ്ഞാണ് ഇങ്ങനൊരു അവാർഡിനെ പറ്റി കേൾക്കുന്നതെന്നും ശശി തരൂർ പറഞ്ഞു. അവാർഡിനോടുള്ള കോൺഗ്രസ് നിലപാട് വ്യക്തമാക്കുന്നതായിരുന്നു പ്രതിപക്ഷ നേതാവ് V.D. സതീശന്റെ പ്രതികരണം. ശശി തരൂരിന് വീർ സവർക്കർ പുരസ്കാരം നൽകുന്നത് സംബന്ധിച്ച ചോദ്യത്തോട് അദ്ദേഹം പ്രതികരിച്ചില്ല. ശബരിമലയിലെത്തിയ V.D. സതീശൻ ശബരിമല സ്വർണ്ണക്കൊള്ളയിലടക്കം മാധ്യമങ്ങളോട് സംസാരിക്കുന്നതിനിടെയാണ് ശശി തരൂരിന്റെ സവർക്കർ പുരസ്കാര വിവാദത്തിലും പ്രതികരണം തേടിയത്. ചോദ്യത്തിൽ പ്രതികരിക്കാതെ കൈകൂപ്പി തൊഴുത് ഒന്നും പറയാനില്ലെന്ന രീതിയിൽ V.D. സതീശൻ പോവുകയായിരുന്നു. അതേസമയം രാഹുൽ മാങ്കൂട്ടത്തിന് മുൻകൂർ ജാമ്യം ലഭിച്ചതിലും അടൂർ പ്രകാശ് വിവാദത്തിലും V.D. സതീശൻ മറുപടി നൽകുകയും ചെയ്തു.